കറുത്ത നിറത്തിൽ വഴുവഴുപ്പോടെ അയലയും മത്തിയും തിലോപ്പിയും. നമ്മുടെ നാട്ടിലെ ഉണക്കമീനിനു പകരം ഇവിടെ മീനുകൾ കനലിൽ ചുട്ടെടുക്കുന്നു. നീളൻ ഇടനാഴികൾ, നിരത്തിവെച്ച മീൻകുട്ടകൾ, മണിപ്പൂരി വേഷത്തിൽ മണിപ്പൂരി മാത്രം സംസാരിക്കുന്ന സ്ത്രീകൾ കിലോ കണക്കെ തൂക്കി വില പറഞ്ഞ് കച്ചവടമാക്കി. पुराना है। लड़की का सब बैठा है। वो क्या क्या है? ये मछली ड्राई फिश है। ഡ്രൈ ഫ്രൈ. ചൂട് പൊരിച്ച മീനും ചോറും കഴിക്കാൻ നല്ല തിരക്ക്. സ്ത്രീകൾ മാത്രം വ്യാപാരം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക ചന്തയാണിത്. കേരളത്തിലേതുപോലെ വാഴപ്പഴവും തേങ്ങയുമെല്ലാം ഈ ചന്തയിലും കിട്ടും. यूबी हिंदी में कोकोनट, इंग्लिश तो कोकोनट। ये क्या है? ये तो बुक नहीं है। पूजा करना नहीं, भूत भगाने के लिए। आपके घर में भूत है? नहीं नहीं. മണിപ്പൂരി വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, പാത്രങ്ങൾ, പലചരക്ക് സാധനങ്ങൾ തുടങ്ങി എന്തും ഈ ചന്തയിൽ കിട്ടും. മാതൃകയാണ് നമുക്കും നാടിനും. ഇംഫാലിൽ നിന്ന് വൈശാഖ് ജയപാലൻ, മാതൃഭൂമി ന്യൂസ്. വൈശാഖ് ജയപാലൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് വൈശാഖ്. നേരിട്ട് കണ്ട ആളെന്നുള്ള നിലയിൽ, അത് ചിത്രീകരിക്കുകയും കൂടി ചെയ്ത ആളെന്നുള്ള നിലയിൽ ആ മനോഹരമായ കാഴ്ചകളൊന്ന് പങ്കുവയ്ക്കൂ വൈശാഖ്. ഞാൻ മണിപ്പൂരിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഏതെങ്കിലും സ്ഥലം കാണാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കി, ടൂറിസ്റ്റ് പ്ലേസ് ഇൻ മണിപ്പൂർ അല്ലെങ്കിൽ ഇൻഫാലെന്ന്. അപ്പോൾ ഈ ചന്തയുടെ ആദ്യം വന്നത്. ഒരു ചന്ത എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവുകയെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ട് പോയി നോക്കിയതാണ്. അപ്പോൾ പോയി നോക്കിയപ്പോൾ ആദ്യം റോഡ് സൈഡിലൊക്കെ കുറേ സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ വലിയൊരു കെട്ടിടമാണ്, കൂറ്റൻ ഒരു കെട്ടിടം. ആ കെട്ടിടത്തിനകത്ത് മുഴുവൻ സ്ത്രീകളാണ് എല്ലാം വിൽക്കുന്നത്. അവിടെ ഭക്ഷണശാലകളുണ്ട്. ഭക്ഷണശാല നമ്മുടെ നാട് പോലെ അങ്ങനെ വലിയൊരു സെറ്റപ്പൊന്നുമില്ല, ചെറിയ ബെഞ്ചൊക്കെ വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. റോഡ് സൈഡിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ, ഈ കെട്ടിടത്തിനകത്ത് തന്നെയാണ്. അപ്പോൾ മുഴുവനായ സ്ത്രീകളാണ്. അവർ അങ്ങനെ ഒരു എന്താ പറയുക, ചെറിയ ഒരു കുറച്ച് ഒരു ബോൾഡുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട് പോലെ അങ്ങനെ പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരല്ല, നല്ല ബോൾഡായിട്ടുള്ള സ്ത്രീകളാണ് അവർ കൃത്യമായി. പക്ഷേ എല്ലാവർക്കും മണിപ്പൂർ അറിഞ്ഞുകൂടാ, അല്ല ഹിന്ദി അറിഞ്ഞുകൂടാ. മണിപ്പൂരിയാണ് കൂടുതലായിട്ട് അവരൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് പേർക്ക്, 1-2 പേർക്കാണ് ഹിന്ദി അറിയുന്നത്. അവരിൽ നിന്ന് എനിക്ക് ഹിന്ദിയാണ് കുറച്ചെങ്കിലും അറിയുന്നത് ഹിന്ദിയാണ്. മണിപ്പൂരി കേട്ടാൽ തന്നെ അറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെയാണ് അവർ പറയുന്നത് ഇത് സ്ത്രീകളുടെ ഇവിടെ പുരുഷന്മാർ ഒരാൾ പോലും ഇല്ല. ഞാൻ ഗൂഗിളിൽ കണ്ടപ്പോൾ അങ്ങനെ ആവുമെന്ന് കരുതിയില്ല. പക്ഷെ അവിടെ പോയി നേരിട്ട് കണ്ടപ്പോൾ മുഴുവനായി സ്ത്രീകളാണ്. മണിപ്പൂരി എല്ലാ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. മണിപ്പൂരി വസ്ത്രങ്ങൾ, മീൻ, വസ്ത്രങ്ങൾ, അതുപോലെ പച്ചക്കറി, മറ്റേ പാത്രങ്ങൾ തുടങ്ങി എല്ലാ സാധനങ്ങളും വിൽക്കുന്നത് സ്ത്രീകളാണ്. അതൊരു നല്ല കാഴ്ചയായിരുന്നു നഗരത്തിൽ. പിന്നെ അവരുടെ ഒരു ഭാഷയൊക്കെ ഒരു രസമുള്ള ഭാഷയാണ്. നമ്മൾ ഈ മണികിലിംഗ് എന്നൊക്കെ പറയുന്ന മറ്റൊരു ഭാഷയാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും അതെ ഒരു നല്ല സംഭവം തന്നെ ആയിരുന്നു. ഏതായാലും വൈശാഖിന് അങ്ങനെ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് ഓർത്ത് എനിക്കും സന്തോഷമുണ്ട് വൈശാഖെ. ഇനിയും ഇതുപോലെ മനോഹരമായ യാത്രകൾ നടത്തുക.